സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മുടെ കുടുംബത്തിലെ നിരവധി പെൺകുട്ടികളുടെയും അതുപോലെ തന്നെ ആൺകുട്ടികളുടെയും വിവാഹം മുടക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടൊരു ശത്രുവാണ് ചൊവ്വ എന്ന് പറയുന്ന ദോഷം. ഈ ചൊവ്വ കാരണം എത്രയോ പെൺകുട്ടികൾ വിവാഹപ്രായമെത്തിയിട്ട് അതീവ സുന്ദരിയായ പെൺകുട്ടികൾ, നല്ല കഴിവുള്ള കുട്ടികൾ, വിദ്യാസമ്പന്നരായിട്ട് കുട്ടികൾ, ജോലിയുള്ള കുട്ടികൾ മൂലക്കിരിക്കുന്നു. ആൺകുട്ടികൾ ചൊവ്വയുടെ പേര് പറഞ്ഞിട്ട് നല്ല നല്ല വിവാഹബന്ധം വന്നിട്ട് അത് നടത്താൻ പറ്റാത്ത ഒരു വിഷമഘട്ടത്തിൽ ഒന്നാന്തര യുക്തിവാദികൾ പോലും, എല്ലാവരും അല്ലാതെ പല യുക്തിവാദികൾ പോലും ചൊവ്വ എന്ന് കേൾക്കുമ്പോൾ പുറത്ത് പ്രകടമാക്കുന്നില്ലെങ്കിലും എന്തോ ചെകുത്താനെ കണ്ടതുപോലെ അവരും ഭയക്കുന്നു. നമ്മുടെ പല ആൺകുട്ടികൾക്കും ഈ ചൊവ്വയുടെ പേര് പറഞ്ഞുകൊണ്ട് അവർക്ക് ജോലിയുണ്ട്, ഗവൺമെൻറ് ജോലിയുണ്ട്, അല്ലെങ്കിൽ നല്ല വിദേശത്ത് നല്ല ജോലിയുണ്ട്, അല്ലെങ്കിൽ മറ്റു തരത്തിൽ നല്ല ബിസിനസ്സുകാരായിരിക്കാം, എന്നിട്ടും അവർക്ക് പെൺകുട്ടിയെ കിട്ടുന്നില്ല. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പെൺകുട്ടികളും അവരെ വഴിയാധാരമായ പോലെ മൂലക്കിരിക്കേണ്ടി വരുന്നു. ചില ആൾക്കാരെന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനെ ചില പെൺകുട്ടികൾ പ്രായം ഏകദേശം നല്ല 20, 22, 23, 24, 25 വയസ്സിൻ്റെ എല്ലാം കാലഘട്ടത്തിൽ നല്ല നല്ല ആലോചനകൾ വരും. അതും നല്ല ഉയർന്ന തലത്തിലുള്ള ഉന്നത സ്വഭാവശുദ്ധിയുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോഴാണ് കുടുംബക്കാരും മറ്റുള്ളവരും പറയും, ജ്യോത്സ്യന്മാർ നല്ലപോലെ പറയും, ദേ ചൊവ്വയുണ്ടെങ്കിൽ ചൊവ്വ തന്നെ വേണം, ഇല്ലെങ്കിൽ അത് മഹാ അപരാധമാണ്, വലിയ ദോഷമാണ്, പെൺകുട്ടി ജീവിതകാലം മുഴുവൻ കരയേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും, ഇതൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കും. ഇത് കേട്ടിട്ട് ആ പെൺകുട്ടിയുടെ വിവാഹബന്ധം അവിടെ തൽക്കാലം നിർത്തിവെക്കും. അവസാനം പെൺകുട്ടി 30, 35 വയസ്സെല്ലാകുമ്പോൾ ഇനി കുടിച്ച് കൂത്താടുന്നവനായിരിക്കാം, ചിലപ്പം വേറെ എന്തെങ്കിലും തരത്തിൽ തേരാപ്പാര നടക്കുന്നവനായാലും എനിക്ക് ഇതെങ്കിലും ഇത് എന്ന് വിചാരിച്ച് ആ പെൺകുട്ടിയെ ആ ആളുടെ തലയിലേക്ക് കെട്ടിവെക്കുന്നു. ചില പുരുഷന്മാർക്ക് പെണ്ണ് കിട്ടാതെ ചിലപ്പോൾ രണ്ടാമതും കെട്ടി മൂന്നാമതും കെട്ടിയിട്ട് നിൽക്കുന്ന ചില പെൺകുട്ടികൾ, മക്കളുള്ള കുട്ടികളെ കല്യാണം കഴിക്കേണ്ടതായിട്ട് വരുന്നു. എന്താ അറിയോ, ഈ ചൊവ്വയെ പേടിച്ചിട്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആ പെൺകുട്ടിയുടെയും ആ ആൺകുട്ടിയുടെയൊക്കെ ഭാവി നശിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ ചൊവ്വ എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ട് നടക്കുന്ന വസ്തുക്കൾ. ആലോചിച്ച് നോക്കൂ, എത്ര പെൺകുട്ടികൾ, ഈ മാതാപിതാക്കൾ ഈ ഒരു കാര്യം നോക്കി, ജ്യോത്സ്യന്മാർ, മാതാപിതാക്കളെ മാത്രം പറയാം, ജ്യോത്സ്യന്മാർ അത്രയേറെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ പെൺകുട്ടികളെ വിവാഹബന്ധം നടക്കാതെ പോവുകയും അവസാനം ഒരു ഗതിയും പരഗതിയുമില്ലാതെ വെറും വൃത്തികെട്ടവനായി നടക്കുന്ന ഒരുത്തിൻ്റെ തലയിൽ ആ പൊന്നുമോളെ വെച്ച് കെട്ടിക്കൊടുക്കുന്നൊരവസ്ഥ. എന്ന് നമ്മൾ ചിന്തിക്കണം, എന്താണ് ചൊവ്വ ദോഷം? ഇത് അത്ര കണ്ട് ഭയക്കേണ്ടതാണോ? ഞാൻ 1-2 കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്താണെന്ന്. ഈ ദോഷം എന്ന് പറയുന്നത്, ഈ ചൊവ്വ 7-ാം ഭാവത്തിലോ 8-ാം ഭാവത്തിലോ ഉണ്ടാകുമ്പോഴാണ് അത് ചൊവ്വ ദോഷം എന്ന് പറയുന്നത് പൊതുവെ. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ, 7-ാം ഭാവത്തിലോ 8-ാം ഭാവത്തിലൊക്കെ ആയിരിക്കാം. എന്നിരുന്നാലും ഈ ചൊവ്വ ഭാവാധിപനായിരിക്കുന്ന സമയമാണെങ്കിൽ ഒരു ദോഷവുമില്ല. ഏതെങ്കിലും ജ്യോത്സ്യന്മാരിത് പറയാറുണ്ടോ എന്ന് എനിക്കറിയില്ല. അതേപോലെ തന്നെ ചൊവ്വ ലഗ്നാധിപനായിരിക്കുന്നുണ്ടെങ്കിലും ഒന്നും പേടിക്കാനില്ല, ഒരു ദോഷവുമില്ല. ചൊവ്വയുണ്ട്, പക്ഷേ ലഗ്നാധിപനാണെങ്കിലും അത് പേടിക്കാനില്ല. അതേപോലെ തന്നെ ഈ ചൊവ്വ ഉച്ചത്തിൽ സ്വക്ഷേത്രത്തിൽ 7-ാം ഭാവത്തിലോ 8-ാം ഭാവത്തിലോ നിൽക്കുന്നുവെങ്കിലും പ്രശ്നമാക്കേണ്ടതില്ല. ഇത് ആരോടാ പറയുന്നറിയോ? ഇത് ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്കുള്ളതാണ്. പൊതുവേ നമ്മൾ ജ്യോതിഷത്തിൽ അന്ധമായി വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്.
ഈ ചൊവ്വ എന്ന് പറയുന്നത് ഉച്ചത്തിൽ സ്വക്ഷേത്രത്തിൽ 7-ാം ഭാവത്തിലോ 8-ാം ഭാവത്തിലോ ആണോ നിൽക്കുന്നെങ്കിലും ഒന്നുകൊണ്ടും പേടിക്കാനില്ല. ഇനി മറ്റൊന്നും കൂടി ഉണ്ട്. ഇതേ ചൊവ്വ നിൽക്കുന്നതിൻ്റെ ഒന്നിച്ച് ഗുരുവോ ശുക്രനോ തുടങ്ങിയിട്ടുള്ള പുണ്യഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിലും ആ ചൊവ്വക്ക് ദോഷമില്ല. നോക്കണം. അപ്പോൾ അത് ഭാവാധിപനായി നിൽക്കുന്നുണ്ടെങ്കിലും ലഗ്നാധിപനായി നിൽക്കുന്നുണ്ടെങ്കിലും ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനിയുമുണ്ട്. എന്താണെന്നറിയോ? ഈ ചൊവ്വ എന്ന് പറയുന്നത് നീചത്തിലല്ലെങ്കിൽ പേടിക്കാനില്ല. ചൊവ്വ നീചത്തിലാണെങ്കിൽ മാത്രമാണ് ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ചിന്തിക്കേണ്ടത് പേടിക്കാൻ. അപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ ഒന്നും തന്നെ നമുക്ക് പേടിക്കാനില്ല. ഈ കാര്യങ്ങളൊന്നും തന്നെ പല ജ്യോത്സ്യന്മാർ പറയാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഇത്തരത്തിൽ ജാതകത്തിൽ ചൊവ്വയുണ്ട് എന്ന് പറഞ്ഞും കൊണ്ട് ഭയപ്പെടുത്തുമ്പോൾ നമ്മൾ അങ്ങ് ഭയപ്പെട്ടു പോകുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം. ചിലപ്പോൾ ആ കുട്ടി ജനിക്കുന്നത് ഈ ചൊവ്വയുടെ ദോഷത്തിൻ്റെ സമയത്താകാം. എന്നാൽ ആ കുട്ടിയുടെ നിശ്ചിത കാലം കഴിയുമ്പോഴേക്കും ആ ചൊവ്വയുടെ ആ ദോഷം അവിടെ തീർന്നു. എന്ന് വെച്ചാൽ വിവാഹപ്രായം എത്തുമ്പോൾ ഈ ചൊവ്വയുടെ ഇതൊന്നുമില്ല, അതെല്ലാം കഴിഞ്ഞു പോയി എന്നർത്ഥം. എന്നാൽ ചില ആൾക്കാർക്ക് വിവാഹപ്രായം കഴിഞ്ഞിട്ട് ചിലപ്പം ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലായിരിക്കും ഈ ചൊവ്വയുടെ ദോഷം ഉണ്ടാവുക. എന്നാലും നമ്മൾ ചൊവ്വയുണ്ട് എന്ന് പറഞ്ഞും കൊണ്ട് നമ്മളെ ഭയപ്പെടുത്തുന്നു. എന്നാൽ നമ്മുടെ കുടുംബാംഗങ്ങളുടെ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ചൊവ്വയെ പേടിച്ച് നമ്മുടെ മക്കളുടെ ഭാവി കളയരുത്. ഈ ചൊവ്വയെ കൊണ്ട് ഒരു ദോഷവും നമുക്ക് വരാനില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. ഒന്നുകൊണ്ട് പേടിക്കാനില്ല. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് മനപ്പൊരുത്താണ്. ഈ മനപ്പൊരുത്തം ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. ഈ തരത്തിലുള്ള ചൊവ്വയെക്കുറിച്ചും ഒക്കെ നമ്മളോട് പറയും. എന്നിട്ടോ ഈ ചൊവ്വ തന്നെ ഉള്ള ജാതകം വേണമെന്ന് പറഞ്ഞും കൊണ്ട് നമ്മൾ അന്വേഷിച്ച് ഏതെങ്കിലും ദുരിതം അനുഭവിക്കുന്നതിന് അല്ലെങ്കിൽ പെണ്ണിൻ്റെ ചെറുക്കൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോയി വിട്ടിട്ട് ആ കുട്ടികളുടെ ഭാവി നശിപ്പിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരിക്കലും നമ്മൾ ഈ ചൊവ്വയൊക്കെ കൊണ്ട് പേടിക്കേണ്ടതില്ല. ഇനി ഒന്നുകൂടി ചിന്തിച്ച് നോക്കൂ. നമ്മൾ പുരാണത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കൃപാചാര്യർ കല്യാണം കഴിച്ചിരിക്കുന്നത് ആരാ? ദ്രോണാചാര്യരുടെ സഹോദരിയാണ്. ജാതകം നോക്കിയിട്ടല്ല കല്യാണം കഴിച്ചത്. ഇതേ ദ്രോണാചാര്യർ കൃപാചാര്യരുടെ സഹോദരിയായിട്ടുള്ള കൃപിയെയാണ് വിവാഹം കഴിച്ചത്. ജാതകം നോക്കിയിട്ടല്ല കഴിച്ചത്. ശ്രീരാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും വിവാഹം കഴിച്ചു ഇല്ലേ? ജനകപുരിയിൽ വെച്ചിട്ടല്ലേ വിവാഹം നടന്നത്? ആരാ ജാതകം നോക്കിയത്? എനിക്ക് 4 പുത്രന്മാരുണ്ട്, ജനകന് 4 പുത്രിമാരുണ്ട്, നമുക്ക് പരസ്പരം വിവാഹം കഴിപ്പിക്കാമെന്ന് അവർ പറഞ്ഞു. അവർക്ക് പരസ്പരം ഇഷ്ടപ്പെട്ടു, അവർ കല്യാണം കഴിപ്പിച്ചു. അവിടെ ആരെങ്കിലും ജാതകം നോക്കിയിട്ടുണ്ടോ? അവിടെ ചൊവ്വയും ബുധനും വ്യാഴെല്ലാം നോക്കിയിട്ടാണോ കഴിപ്പിച്ചത്? ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീരാമചന്ദ്രനൊക്കെ വിവാഹം കഴിച്ചത് ജാതകം നോക്കിയിട്ടാ? പുരാണത്തിൽ ഏതെങ്കിലും, നമ്മളെല്ലാം ഹിന്ദുക്കളാണ്, പുരാണത്തിൽ അത്ര കണ്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണ്, നമ്മൾ പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്ന ആൾക്കാരാണ്. ഈ പുരാണ ഗ്രന്ഥത്തിൽ എവിടെയാണ് ഇത്തരത്തിൽ വിവാഹം നടന്നിട്ടുള്ളത്? എന്നിട്ട് നമ്മൾ ഈ ചൊവ്വയുടെ ഒക്കെ പേര് പറഞ്ഞിട്ട് ചൊവ്വ എന്ന് പറയുന്നതിൻ്റെ ഇത് നമ്മൾക്ക് ബാധിക്കും, പക്ഷെ വിവാഹബന്ധത്തിൽ ദോഷം ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മുടെ മക്കളുടെ ഭാവി നഷ്ടപ്പെടുത്തല്ല വേണ്ടത്. ചിലപ്പോൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവും, ഇനി വരാനുണ്ടാവുമായിരിക്കും. അത് നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ മോശവും ഉണ്ടാവും നല്ലതും ഉണ്ടാവും. അത് നമ്മൾ അനുഭവിക്കുന്നേ വേണം. പക്ഷേ ശ്രേഷ്ഠമായ നല്ല ആൾക്കാർ, നല്ല മനസ്സുള്ള ആൾക്കാരാണെങ്കിൽ ചൊവ്വയും ബുധനും വ്യാഴവും ഒന്നും നോക്കാനില്ല. നിങ്ങൾക്ക് ധൈര്യത്തിൽ കല്യാണം കഴിക്കാം, ഒരു ദോഷവും വരാനില്ല. ഈശ്വരനെ മുറുക്കെ പിടിക്കുക. ഇങ്ങനെ എന്തെങ്കിലും ഇതാമസം തന്നെ ആ ചൊവ്വയുടെ കാരകൻ്റെ ആയിട്ട് സുബ്രഹ്മണ്യൻ്റെ സ്തുതി അങ്ങോട്ട് ചൊല്ലിക്കോളൂ, തീർന്നു. ഹനുമാൻ്റെ മന്ത്രം അങ്ങോട്ട് ജപിച്ചോളൂ, തീർന്നു. എല്ലാ ഇതിൽ നിന്നും അവർ രക്ഷിച്ചോളും. നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഭാവി കളയരുത്, നശിപ്പിക്കരുത്. ഈ ചൊവ്വയെ പറഞ്ഞുകൊണ്ട് എന്തിനാ നമ്മളുടെ മക്കളുടെ അവർക്ക് ഒരു വിവാഹ ജീവിതം നടക്കേണ്ടത് അവരുടെ ആ യൗവന കാലത്ത് തന്നെ നടക്കണം. അവരെ വാർദ്ധക്യത്തിലേക്ക് തള്ളിവിട്ട് അവരുടെ ഭാവി നശിപ്പിക്കാൻ ഇനിയൊരു ജ്യോത്സ്യരോടോ അല്ലെങ്കിൽ ഒരു മാതാപിതാക്കളോ തയ്യാറാകരുത് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചൊവ്വയുടെയും മറ്റും കാര്യം പറയാതെ, നമ്മുടെ മകൾക്ക് വരുന്നത് ഉത്തമനായിട്ടുള്ളൊരു പുരുഷനാണ്, നമ്മുടെ മകൻ കണ്ടെത്തിയിരിക്കുന്നത് ഉത്തമയായിട്ടൊരു പെൺകുട്ടിയാണ്, അവനിഷ്ടപ്പെട്ടതാണ് എങ്കിൽ മറ്റൊന്നും നോക്കാതെ നിങ്ങൾ വിവാഹബന്ധം നടത്തി വിവാഹബന്ധം കൂട്ടിച്ചേർക്കുന്നത് ഉത്തമമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. അതോടൊപ്പം ഈ വീഡിയോ പോലെ തന്നെ നിരവധി വീഡിയോകൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ഓരോ ദിവസവും വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് തുടർച്ചയായിട്ട് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ
താഴെ സബ്സ്ക്രൈബ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അവിടെ ഒന്ന് മെല്ലെ തൊട്ട് കൊടുക്കുക. കുത്തിപ്പൊട്ടിക്കുമോ എന്നല്ല പറയാനൊന്നും വേണ്ട, ഒന്ന് തൊട്ട് കൊടുക്കുക വേണ്ട. നമ്മളെ ഫോണാണ്, അവർക്ക് എന്താ പറയുക കുത്തിപ്പൊട്ടിക്കാനൊക്കെ. അതിനുശേഷം അവിടെ അത് തൊടുമ്പോൾ തന്നെ അവിടെ ഒരു മണിയുടെ ചിത്രം കാണും, അവിടെ അതുകൂടി തൊട്ട് കൊടുക്കുക, മതി. ഇനി ഞാൻ ഇവിടെ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ ഞാൻ ഇട്ട ഉടൻ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വരും, ഇങ്ങനൊരു വീഡിയോ വന്നിട്ടുണ്ട് കണ്ടോളൂ എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ മെസ്സേജ് ആ തൊട്ട് കൊടുത്താൽ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. ഏതായാലും മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.